Don't go. He's mine. انسك هذا موتى، انسك هذا حرامي، انسك هذا حيوان، عاشق موسى أفوي، انسك هذا موتى، انسك هذا حرامي. പവിയേട്ടാ നിങ്ങൾക്ക് എന്നാ പറ്റിയെന്ന്? എന്നാ പറ്റിയ? അർബാബ് ഹൊട്ടാത്ത വെടിവെച്ചു വന്ന് രാജകുമാരി കൊണ്ടുപോയി. സംഭവം എവിടെയാ? മണലാരണ്യത്തില്. എന്റെ മനസ്സിപ്പോഴും മരുഭൂമിയില്ല, മണലാരണ്യത്തിലാ. ഓ മറ്റേ മറ്റേ ചൂടുള്ള സ്ഥലമല്ലേ, മരുഭൂമിയല്ലേ സ്ഥലം? സംഭവം ചൂടുള്ള സ്ഥലമാണോ? വെള്ളം കുടിച്ച് കുടിക്ക. എന്താ പ്രശ്നം? അവൻ എന്തിനാ നിലവിളിച്ചേ? ഒന്നുമില്ല, ശുക്രൻ വന്നേ നെറുകാലടിച്ചതാ. ഈ രാത്രിയും പോലും ഉറക്കമുള്ള ഡ്യൂട്ടിയല്ലേ, കയ്യിന്ന് പോയി അതാ. എന്താണിത്? താഴ അവൻ താഴിട്ട് പൂട്ടിയോ? ബാൻഡ് കയറുമോ? സാറേ ഗേറ്റിന് മുകളിൽ ഓവാലിരിക്കുന്നു. വണ്ടി സൈഡിലോട്ട് നോക്കി. എന്താണ് പരിപാടി? സാർ ഒന്നുമില്ല സാർ, ഞാനിവിടെ താമസിക്കുന്നത്. ഈ ഗേറ്റിന് മുകളിലാ? അല്ല സാറേ, ഈ വീട്ടില്. സാറിന്ന് താഴോട്ട് ഇറങ്ങി. സാറേ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റണ്ട, കാലില് മസിൽ വെട്ടിക്കറി. ഒന്ന് സഹായിക്കും. പിടിച്ചിറക്കി. ഒന്ന് സഹായിക്കും. ഇങ്ങോട്ട് ഇറങ്ങടോ. വയ്യാത്ത പട്ടി എന്തിനാണ് കയ്യാലെ കയറാൻ പോയെ? എന്നെ പട്ടി എന്ന് വിളിക്കില്ല സാറേ, എന്റെ പട്ടി ഏട്ട മോശ. എന്താണ് ഒരു ചാഞ്ചാട്ടം? ഒന്നുമില്ല സാറേ, ടോയ്ലറ്റ് പോകാൻ പറ്റിയതാ, അതിന്റെ ഒരു ചാഞ്ചാട്ട. നീ എവിടുന്നാ പറഞ്ഞേ? ഞാൻ ഈ ക്ലൗഡ്9 സെക്യൂരിറ്റി സ്റ്റാഫാ. അവിടെ ടോയ്ലറ്റ് ഇല്ലേ? അല്ലല്ല, അവിടെ ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. ഭയങ്കര സുഖം. മാഡത്തിന് വിളിക്ക്. വേണ്ട സാറേ, സാറേ വീട്ടുകാരെ വിളിച്ച് ശല്യം ചെയ്യണ്ട, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോണ്ടോ, എന്തെങ്കിലും വിട്ടാൽ മതി സാറേ. ചെയ്യാനിരിക്കല്ലേ ഞങ്ങളുടെ? അതല്ല സാറേ, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം സാറേ. ഞാൻ അവിടെ കായലിന്റെ അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കുഴപ്പമില്ല സാറേ, ഞാൻ പൊക്കോളാം സാറേ. എന്നാ പിന്നെ നിനക്ക് നേരത്തെ ആകാമല്ലായിരുന്നോ? അത് അല്ല സാറേ, അയ്യോ എനിക്കൊരു കുഴപ്പമില്ല സാറേ, ഇതേ കണ്ട ഭയങ്കര ആശ്വാസമായി. ഈശ്വര, എല്ലാം തീർന്ന്. നീ വീട്ടിൽ സാധിക്കാൻ പോകണോ? ഇനി എന്ത് സാധിക്കാൻ, എല്ലാം കഴിഞ്ഞ്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എന്താ ഇവിടെ? ഇവരൊന്ന് അറിയാൻ നോക്ക് മാഡം. ആരെ? അവരൊന്ന് പൊക്കി നിർത്തിക്കേ. നീ ഇങ്ങോട്ട് പൊങ്ങി വന്നേ ഒന്ന്. എടാ അങ്ങോട്ട് നോക്കടാ. സാറിന്റെ തിരുമോന്തെ ഒന്ന് കാണട്ടെ. ഞാനാ. ഇയാൾ എവിടെയാണോ താമസിക്കുന്നത്? എന്തേ? ഈ ഗേറ്റ് ഇടാൻ ശ്രമിക്കുന്ന കണ്ടിട്ട് സംശയം തോന്നി വിളിച്ചതാ. ടോയ്ലറ്റിൽ പോകാൻ വന്നതാന്നാ പറഞ്ഞത്. പോണോ? വേണ്ട. എന്തു പറ്റി? അമ്മൂട് പോയി. ഓഹോ, എന്നാ മാഡം ഞങ്ങൾ പോക്കോട്ടെ. ശരി, വലിച്ചു വരുത്തുന്നത് വന്നോളും. രാത്രി മനുഷ്യൻ ഞാൻ അങ്ങോട്ട് വന്ന് കയറിയതല്ലേ, ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ. ഞങ്ങൾ വേറെ പണിയൊന്നും ഇല്ലായിരിക്കാണല്ലോ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഒരു പ്രാവശ്യം കൂടി രാത്രി നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ട ഇല്ല, മേലെ കാണില്ല. ആരാണ് അമ്മച്ചി? ഞാനത് പറയില്ലേ. വഴിതെറ്റി വന്നതാ. ചുമ്മാ പറയാ. താങ്ക് യു. അല്ല ഞരമ്പ് രോഗിയായിരിക്കും, കൂടെ ഉരുട്ടി കൊല്ലാൻ പറയാം അമ്മച്ചി. പാതയ്ക്ക് ഇറങ്ങി നടക്കുന്ന ഇവന്റെ ഒക്കെ ഉദ്ദേശം വേറെയാ. മനുഷ്യരല്ലേ, ഔദാര്യം. ഹലോ ഹലോ സാറേ. അല്ലല്ല, ഞാനിവിടെ റേഡിയോട് പറഞ്ഞതാ. എപ്പോഴും റേഡിയോ ഇങ്ങോട്ടല്ലേ സാർ പറയാറ്, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറയണ്ടേ. ടെൽ മീ സാർ, വാട്ട് കാൻ ഐ ഡു ഫോർ എന്താ സാർ വേണ്ടത്? ചേട്ടാ, പോസ്റ്റ് മാസ്റ്റർ അകത്തുണ്ട്. ആ, ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യണോ? അതെ സാർ. ഒരു ഡെപ്പോസിറ്റ് നല്ലതല്ലേ? വളരെ നല്ലതാണ്, പക്ഷെ ഇപ്പം ഇത്തിരി ആവശ്യമുണ്ട്. ശരി.
ചേച്ചി നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. മുത്തിന്റെ കല്യാണ നിശ്ചയമാണ്. ആ കൊച്ചിന്റെ പഠിത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഒരു ജോലിയൊക്കെ ആയിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞതാ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊരു ജോലിയല്ല ആവശ്യം. കല്യാണമൊക്കെ എപ്പോ ആണേലും ആകാലോ. ആ എന്തായാലും FDക്ക് പോകാനൊരു വഴിയേ. എന്തായിരുന്നു സർ? ഒരു ലേഡീസ് വാച്ച് വേണം. ഗിഫ്റ്റാണോ? ആ, ആളെങ്ങനെയാണ് സർ? കെട്ടാൻ പറ്റിയ ടൈപ്പാ. വാച്ചേ. ആ ഓക്കെ. ഇത് നല്ല മോഡലാണ്. സമ്മാനം കൊടുത്തോ വാങ്ങിയോ ഒന്നും ശീലമില്ല. കണ്ടപ്പോ എനിക്ക് ഇഷ്ടായി, വാങ്ങി. തനിക്ക് ഇഷ്ടായില്ലെങ്കിൽ മാറ്റിയെടുക്കാട്ടോ, പറയാൻ മടിക്കണ്ട. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തേതൊരു വാച്ചായിരുന്നു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയപ്പോൾ അച്ഛൻ വാങ്ങി തന്നതാ. അടുത്ത കാലം വരെ അതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ടെൻഷനോ പേടിയൊക്കെ വരുമ്പോൾ അതെടുത്ത് കിട്ടും. അപ്പം അച്ഛൻ എൻ്റെ കൂടെയുള്ളതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. നിങ്ങളുടെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ആദ്യത്തേതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. സൂക്ഷിച്ചോളാം. താങ്ക് യു.